മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അപ്പോൾ ചിങ്ങമാസമാണ്. ഇനി നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്നൊരു സെഗ്മെന്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ചിങ്ങവിശേഷങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഓണവിശേഷങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നൊരു പേരാണ് ഓണത്തപ്പൻ. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്ന് ഞാൻ ചിങ്ങവിശേഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറയാൻ പോകുന്നത് ഓണത്തപ്പനെ പറ്റിയിട്ടാണ്. ഈ ഓണത്തപ്പൻ മലയാളികൾക്ക് വെറുമൊരു സങ്കല്പം മാത്രമല്ല, ദൈവിക ചൈതന്യം കൂടെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചൊരുക്കുന്ന ഓണത്തപ്പന് പൂജ ചെയ്തുകൊണ്ടാണ് തിരുവോണം ആരംഭിക്കുന്നത് തന്നെ. മുറ്റത്തും വീട്ടുപടിക്കലും ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ച് മഹാബലിയെ വരവേൽക്കണമെന്നാണ് ഒരു സങ്കല്പം. അത്തം മുതൽ ഓണം വരെ വീടുകളുടെ മുൻപിൽ പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ശേഷം തിരുവോണം മുതൽ പൂരുരുട്ടാതി വരെ ഓണത്തപ്പന്മാരും സ്ഥാനം പിടിക്കും. 1, 3, 5 എണ്ണം എന്ന് പറയുന്ന രീതിയിലാണ് ഓണത്തപ്പന്മാരെ ഈ മുറ്റത്ത് വയ്ക്കുന്നത് കേട്ടോ. അത് ഈ കളിമണ്ണുണ്ടല്ലോ, കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓണത്തപ്പനെ നിർമ്മിക്കുക. സാധാരണ മണ്ണ് ശില്പങ്ങൾ ചുട്ടെടുക്കുന്നത് പോലെ ഓണത്തപ്പനെ ചുട്ടെടുക്കാറില്ല. വെയിലത്ത് വെച്ച് ഈർപ്പം മുഴുവൻ വലിഞ്ഞ് ഉണക്കുകയാണ് പതിവ്. ഉണക്കാൻ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ഇഷ്ടിക പൊടിച്ചുണ്ടാക്കിയ ചുവന്ന നിറവും പൂശും. 2 മാസം മുൻപേ തന്നെ ഓണത്തപ്പന്റെ പണികൾ തുടങ്ങും. പാരമ്പര്യമായിട്ട് വ്രതം നോറ്റാണ് ഈ ഓണത്തപ്പനെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ എത്രയെത്ര രസകരമായിട്ടുള്ള സങ്കല്പങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് നമ്മൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാനും കാണാനും നമ്മൾ ചെയ്യാനും ഒക്കെ പോകുന്നത് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഈ ഓണത്തപ്പൻ സങ്കല്പം നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മധ്യ കേരളത്തിൽ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. എന്തായാലും അവിടെ താഴേക്ക് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തോട്ടൊന്നും അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. എങ്കിലും ഓണത്തപ്പൻ എന്നൊരു കൺസെപ്റ്റ് ഞാനത് വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഈ ഒരു ചിങ്ങമാസത്തിൽ ഓരോ ദിവസവും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിക്കും ഞാൻ. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായിട്ട്. തൽക്കാലം ഇന്ന് ഇവിടെ പറയുകയാണ്. സോ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.